അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാം കൂടി എവിടെ പോകാമെന്നല്ലേ, അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഇന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഏട്ടന് ചെക്കപ്പിനുള്ള സമയമായി, അപ്പോൾ അതിന് വേണ്ടി പോകും. അപ്പോൾ ഇന്നെന്താ ഇവരെയും കൊണ്ട് പോകണമെന്നല്ലേ. അപ്പോൾ ഇവർ ഇന്ന് സ്കൂളിൽ പോയില്ല, അപ്പോൾ ഇവരെയും രണ്ടുപേരെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകണുണ്ട്. ഇവരെ കൊണ്ടുപോയാൽ നല്ല പണി ആയിക്കോളൂ. എപ്പോഴാണ് തിരിച്ചു വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ ചെന്ന് കഴിഞ്ഞത് അപ്പം ലേറ്റ് ആവും കാണാനൊക്കെ. അങ്ങനെയാണെങ്കിൽ നല്ലോണം ലേറ്റ് ആകും വരാൻ. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ പോലും അങ്ങനെ ഒന്നും നടക്കില്ല. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണേ. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ കണിക്കൊന്ന പൂത്ത് നിൽക്കണേ. വിഷു ആയില്ല, പക്ഷെ അതിനു മുമ്പ് എല്ലായിടത്തും കണിക്കൊന്ന നല്ലപോലെ പൂത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു മരം ഞാനും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഏത് കാലത്ത് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കണിക്കൊന്ന. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഇപ്പോൾ പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം മേളിയിട്ട് വരാനും. പക്ഷേ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴാണ് കാണുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ ഞാനത് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുങ്ങൾക്ക് വന്നോന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, കൊണ്ടാതെ ഏറെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ടാണ് രണ്ടിനെയും കൊണ്ടുപോയി പോകുന്നത്. അപ്പോൾ ഞാൻ പോയപ്പോഴേ പറഞ്ഞു, പോണ വഴി ഫുഡ് വെള്ളം ഇതൊന്നും പറയരുത്. വെള്ളം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ എൻ്റെ കയ്യിലുണ്ട് തരും. പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാതെ കഴിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് പോകാനും പറ്റില്ല. ഫുഡ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു ക്യാൻറ്റീൻ ഉണ്ട് അവിടെ തന്നെ. ഇവരെ പുതിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ സൗത്ത് ബ്ലോക്കിലാണ്. അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. പക്ഷേ നമുക്ക് കാണാനിരിക്കുമ്പോഴേക്കും കണ്ടു കഴിയാതെ പോകാൻ പറ്റില്ലല്ലോ ഫുഡ് കഴിക്കാനൊക്കെ. അങ്ങനെ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്കപ്പോൾ വേഗം കാണാനും ഇവരവിടെ ഇരുന്ന് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ബോറടിച്ച് തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം കൂടി ഇപ്പം തന്നെ കണ്ടു. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വേഗം കാണാൻ പറ്റിയിട്ടോ. എന്ത് ഇവരുണ്ടായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നണേ. പക്ഷേ ഞങ്ങൾ വേഗം കണ്ടിറങ്ങി കേട്ടോ. പിന്നെ കണ്ടിറങ്ങി എനിക്ക് മാർക്കറ്റിൽ പോകാനുണ്ടായി. എനിക്ക് മറ്റേ ഉണക്കനാരങ്ങ ഇല്ലേ, ഉണക്കനാരങ്ങ മേടിക്കാനുണ്ടായി മന്തി ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ഉണക്കിയെടുക്കാറാണ് പതിവ്. പക്ഷേ ഞാൻ ഉണങ്ങാൻ വെച്ചിട്ട് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. സാധാരണ നമ്മൾ ആ ഫ്രിഡ്ജിലിരുന്ന് ഒരുവിധം വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേഗം ഉണങ്ങി കിട്ടണം. പക്ഷേ ഈ പ്രാവശ്യം ഒന്നും ഉണങ്ങിയില്ല. പിന്നെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി തേരാപ്പര കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി. ഇവർക്ക് വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സ് മേടിക്കണം. ഈ ചൂടൊക്കെ ആയില്ലേ, കോട്ടൺ തന്നെ ഇട്ടില്ലെങ്കിൽ നല്ല ചൂടായിക്കോളും. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മേടിച്ച് നാരങ്ങയൊക്കെ മേടിച്ച് കുറച്ച് നേരം അവിടെ എല്ലാം കറങ്ങി നടന്നിട്ട് പോകുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ അവിടെ കയറിയില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേറെ സ്ഥലത്ത് കയറി. അത് ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായി, മറ്റേ സമൃദ്ധിയിൽ കയറി ഫുഡ് കഴിച്ച കാര്യമൊക്കെ. പക്ഷേ ഇവിടെ കയറി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇവിടെ ഡ്രസ്സിനൊക്കെ നല്ല വിലക്കുറവാട്ടോ മാർക്കറ്റിൽ. ടീഷർട്ടിനൊക്കെ 100 രൂപയാവുള്ളൂ, 110 രൂപ, 100 രൂപ. ഷോർട്സിനൊക്കെ ആ ഒരു റേറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വീട്ടിലിടുന്ന ഡ്രസ്സ് കാര്യങ്ങളെല്ലാം മേടിക്കാൻ നല്ലത് മാർക്കറ്റിലാട്ടോ. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം പോകൽ നടക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എറണാകുളത്തോട്ട് പോകുമ്പോൾ ഇതങ്ങ് വാങ്ങിച്ചിട്ടേ പോരാറുള്ളൂ. പക്ഷെ കണ്ണപ്പന് ഒരുവിധം വിശപ്പ് തുടങ്ങി. അപ്പോൾ വേഗം വീട്ടിൽ തിരിച്ചു പോകാം, ഫുഡും കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബായ്.